ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ ദിവസം. അപ്പോ ഇന്നത്തെ പരിപാടി, ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം നിൽക്കാറില്ലേ ഫോട്ടോ എടുക്കാൻ പോയിട്ടാ. ഞാൻ എളിഞ്ഞ കോലത്ത് പിക്കന്റെ 500 ഓറ മൈനസ് ആയിടും. സങ്കടം. അപ്പോ ഇന്നത്തെ പ്ലാൻ ചെയ്തു. ആദ്യമേ സൺഡേ സൺഡേ ആണ് ഇത് നിങ്ങൾ കാണുമ്പോ 2-ാം തീയതി. ഇന്ന് വീഡിയോ എടുക്കുന്നത് 1-ാം തീയതി സെറ്റ്. അപ്പേ ഇന്ന് എന്ത് ചെയ്യണ്ടെച്ചാല് ആദ്യം പോയിട്ട് കെൻസ് വരാറുണ്ട്. കെൻസ് വന്നിട്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലെ. എന്റെ എന്തായാലും 500 ഓറ വയ്ക്കണം, അത് നമ്മൾ തിരിച്ചെടുക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്. ഞാൻ മെയിൻ ആ പൊടിഞ്ഞ് കത്തു. അപ്പോ ആദ്യം ഒന്ന് കുളിച്ചണം, ഒന്ന് സുന്ദരപ്പനായിട്ട് വരാം. ഇങ്ങോട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് 5:30ക്കാണ് മറ്റേ വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. അപ്പോ അതിൽ നിങ്ങൾ ആരും ചോദിച്ചെങ്കിൽ നമുക്ക് ലാസ്റ്റ് മണി ആഡ് ചെയ്യാം. ഞാൻ ഡാങ്ങൾ പേടിച്ചണ്ട. അപ്പോ ഞാൻ കുട്ടപ്പനായി വരാം. ഒന്ന് കുളിച്ച് പെട്ടെന്ന് വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. നല്ല രസമല്ല. ഇവിടെ ഷർട്ട് ഉണ്ട്, നോടെ ഇവിടെ ഷർട്ട് ഉണ്ട്. നമുക്ക് ഏതേ കുഴപ്പമില്ലാത്തൊരു കളറൊക്കെ സെറ്റ് ചെയ്യാം. പോരാം. സിറത്തിന്റെ കാര്യം മറക്കല്ലേ, എന്നാലും പറഞ്ഞിട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ കുളി കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ചാൽ കഴിഞ്ഞ് ഈ കുപ്പായി തുണി കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ചിട്ടില്ലായിരുന്നിട്ടാ. നോക്കി മുടി കണ്ട സുന്ദരപ്പനായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകണം. എന്റെ ഇന്നലത്തെ 500 ഓറ മൈനസ് ആയി. ആ ഓറ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. കാണിച്ചടാ. മറ്റേ ഈ കോസ്റ്റ്യൂമിന്റെ ആൾക്കാർ പറട്ടെ. മണി ക്ലോത്ത് അവേഴ്സ് ക്ലേസ് ക്ലോത്ത് എന്തൊക്കെ ഇടണം ഒരു കൊടുത്തൂല്ല. ഞാൻ കാര്യം ചെയ്യാം. നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കട്ടാ. ഞാൻ റെഡി ആവട്ടെ. അപ്പോ ഗെറ്റ് റെഡി വിത്ത് മീ 200 ഓറ തിരിച്ചു പിടിച്ചാണുള്ളത്. ആദ്യം ഞാൻ സാധാരണ പോകുമ്പോൾ എന്ത് ചെയ്യില്ല നിങ്ങളെ, ഇതില് നാളെ ഞാൻ ഇന്നലെ പറഞ്ഞ സാധനം ഇതുണ്ട്. ഇത് സൺസ്ക്രീം കാണിച്ചുതരാം. ഇത് സൺസ്ക്രീം, ഇത് മറ്റേ സിറം. സാധാരണ എന്താ ചെയ്യുക ഇവിടെ വെക്കാൻ സ്റ്റാൻഡിങ് ഇടും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചില്ല. നോക്കട്ടെ, അതോടെ വെക്കാൻ പറ്റുമോട്ടെ. ഇവിടെ വെച്ചാലോ, ഇവിടെ വെക്കുക. ഇവിടെയോ ശരി, അവര് തോന്നുന്നുണ്ട്. ഇത് ആദ്യം എടുക്കും. സാധാരണ നമ്മൾ ചെയ്യൽ എങ്ങനെ വെച്ചാല് നമ്മൾ വലിയ ആളായി. ഇവിടത്തെ എങ്ങനെ അതാ ഇങ്ങനെ ഇടും. ഇങ്ങനെ കുറച്ച് മറ്റേ ലുക്കായിട്ടാ. ഇതിന്റെ യൂസ് ഒന്നും അറിയില്ല. എന്നാലും ഞാൻ വെറുതെ പൊലി വയ്ക്കണ്ട. അളിയൻ തന്നൊരു വകയിൽ നമ്മളിട്ടാണ്. കഴിഞ്ഞ അതെ മതി. 4 തുള്ളിക്ക് മതി. രാവിലെ വല്ലാതെ വെയിലൊന്നും ഉണ്ടാവില്ല. ഇനി എന്ത് പറയുക, ക്വിങ് ഇങ്ങനെ ആക്കും. ഫാഷൻ മോഡൽ ഇതാ. നമ്മളെ ലുക്കിലാ എന്താ ചെയ്യാ. നമ്മളിങ്ങനെ പൊക്കണം ഇടക്ക്. മറ്റേ എതി പറഞ്ഞാരി മമ്മൂട്ടിന്റെ മോ ദുൽഖറല്ല കോട്ട വേണ്ട പറഞ്ഞ ഇളിഞ്ഞ് ഓക്കെ. ഒരു ഈമാനൊക്കെ ആയില്ലേ. ഈമാനും എന്റെ മൂത്തമ്മ രാവിലെ ആയ വിളിച്ചു. ഇങ്ങനെ അത് നോക്കണ്ട. വേണ്ട, ഒരു പൗതി ലുക്കായി നോക്കണി. മറ്റേ വെളിച്ചെണ്ണത്തിൽ പെണ്ണ് ചെയ്യല. പണ്ട് ഇൻസ്റ്റി വീഡിയോന് അതേമാതിരി. ഇനി സൺസ്ക്രീം ഇടണം. സൺസ്ക്രീൻ ശരിക്കും ഇട്ടണം. ഇത് എന്താണ് നിങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ സുനാപ്പിയും ചെയ്യില്ല. ഞാനൊരു കാര്യം ചെയ്യാം. രാവിലെ തന്നെ ഇതൊന്നും ആരും ഇടവില്ല. ഇതിവിടെ വെക്കാം. ഫോൺ ഇവിടെ വെക്കണ്ടിട്ട് ഇവിടെ പോലെ അറിയണ്ട വെക്കണത്. ഓക്കെ, ഇപ്പൊ വരില്ല. ഇതെടുക്കുക, കുറച്ചെടുക്കുക. നിങ്ങൾക്ക് അറിയണ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോ നിങ്ങൾക്ക് എന്നെക്കാളും അറിയും. അതാണ് പോണേ. നിക്ക് നോക്കട്ടെ, വെയിറ്റ്. ആദ്യം ഞാൻ ഇതൊന്ന് നോക്കി ഇട്ടിട്ട് വരട്ടെ. അവിടെ ഉണ്ട്. ക്യാമറ മെല്ലെ എടുക്കട്ടെ. ക്യാമറ പോലെ ആരണ്ട. ഓക്കെ, സെറ്റ്. ഓ മോനെ, പാണ്ടനായിന്റെ അരി, മറ്റേ വെള്ളപ്പാണ്ട് പിടിച്ചരി. ഇത് മറ്റേ സാധനം ഏതറിയോ. ഞാൻ അളിയനോട് വെറുതെ പറഞ്ഞേനി. ഇത് നോക്ക്, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാ. നോക്കട്ടെ. ക്യാമറമ്മൽ തൊടണം. നോക്കട്ടെ, കാണിച്ചരാ. ലുക്ക് ബ്രാൻഡ് നോക്കൂ സുഹൃത്തുക്കളെ. മേഡിയൻ കൊറിയ. ലാഭായി. ഞാൻ കൊറിയനായിട്ടാ. ചൊറിയനായിട്ടാ. ഓ ഷൂൻചൂയി. ഇനി കുറച്ച് കൊറിയൻ ഭാഷ അറിയാം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ നോക്ക് മക്കളെ, നോക്ക്. നമ്മള് കൂട്ടപ്പനാവുണ്ട്.
ഇട്ടിട്ടു. ഇന്നത്തെ പരിപാടി പറഞ്ഞില്ലല്ലോ. ഇന്ന് എന്താ പരിപാടി വെച്ചാല് ആജ് സൺഡേ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് വൈകുന്നേരം ഒരു ഷൂട്ട് ഉണ്ട്. ഷൂട്ട് പറഞ്ഞ ചലഞ്ച് അല്ല, ഈ നിങ്ങൾ ഇൻസ്റ്റയിൽ മാത്രമേ ചലഞ്ച് വീഡിയോ ഇടലുള്ളൂ. അല്ലാതൊരു ഷൂട്ട് ഉണ്ട്. ഞാൻ ഇത് ചലഞ്ച് അല്ല, യൂട്യൂബിൽ മാത്രമേ ഞാൻ ചലഞ്ച് വീഡിയോ ഇടലുള്ളൂ. ഇൻസ്റ്റയിൽ നമ്മൾ വേറെ ടൈപ്പ് ഒരു പരസ്യം ചെയ്യലുണ്ട്. നമ്മൾ നല്ല ഫോർമൽ ലുക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു പരസ്യമായിട്ട് കണ്ടെന്ന് വൈകുന്നേരം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നൊരു കുടിൽക്കലുണ്ട് വീടിന്റെ അടുത്ത്. കുടിൽക്കൽ മീൻസ് ഹൗസ് വാമിങ്. അതിന് പോണം. അതിന് പോയി ഇളിഞ്ഞു പോയിട്ട് നല്ല ചോറ് നിറ മേക്കാവും. പിന്നെ ഇപ്പൊ രാവിലെ ഒരു ഫോട്ടോ എടുക്കാൻ പോകണം. അത് ഓറെ മൈനസ് ആയ വകയിലൊരു ഫോട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇടട്ടാ, യൂട്യൂബിൽ ഇടാം. കണ്ട അത് അടുത്തുവാവാ. ഓ ഞാൻ തന്നെ മീൻ. നമുക്ക് ഡ്രസ്സ് ഇടലോട്ട് കിടക്കാം. ഡ്രസ്സ് നമുക്ക് പെട്ടെന്ന് ഇട്ടാലോ? നിങ്ങൾ നേരം കളയണ്ട, നിങ്ങൾക്ക് ചേർക്കും. ഓക്കെ യാ ഗൈസ് നോക്കൂ. അല്ല ഇതാ എങ്ങനെയാ കാണിച്ചില്ല. ഒരു പയമ്പൊരിക്ക് റബ്ബറിട്ട് ലുക്കില്ലല്ലോ. നോക്കണി, നിങ്ങൾക്ക് ഇത് കൂടെ വെക്ക. ഇത് വെക്കാൻ സ്ഥലം ഇടൂ. നിങ്ങൾക്ക് കാണിച്ചു തരാണേ. ഇല്ലല്ലോ, നമ്മൾ ലുക്ക് ഇടുമ്പോ മറ്റേ ഇതാക്കാം. നമ്മളതെ നോക്കടി സ്റ്റൈല് നോക്കടി. ഇതാണ് സംഭവം. പയമ്പൊരിക്ക് റബ്ബറിട്ട് മാറിണ്ടാ ഇല്ലല്ലോ. അങ്ങനെ വരില്ല. ഓക്കെ മറ്റേ ജയറാമല്ലേ അങ്ങനെ പൊങ്ങൂല. ഇതിക്ക് നമുക്ക് മറ്റേ എക്സിക്യൂട്ടീവ് ബ്ലാക്ക് ഷൂട്ടാ. ഇതാകുമ്പോ ഒന്നുകൂടി നേക്കുണ്ടാവും. ഇങ്ങനെ കെൻസ് വിളിച്ചീന് ഓനോട് മാറ്റിക്കാനും. ഓൻ പെരീന്ന് ഇറങ്ങിക്കണ ഓന്റെ പെര വരണേ ഭയങ്കര. ഇത് തോന്നുമ്പോ ഓ മോനെ ഷെറ്റ് ആവൂലേ. നമ്മളെന്നെ മീന് നമ്മളെങ്ങനെ അടുത്ത് പൊക്കിയാൽ മതിയാ. പിന്നെ കുഴപ്പമില്ല, വേറെ ആരും പൊക്കൂല. ഓക്കെ, അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് ഓൻ വന്നിട്ട് കാണാം. സെറ്റ് അതും സ്പ്രേ അടിച്ചിടിയാ. മറക്കണ്ടോ എന്താ ഇതാണ് ബ്ലാക്ക് കോട്ട്, കറുത്ത ചൂട്. അതാ മോനെ മാറി. ഹൈ ഹൈ ഹൈ. സെറ്റ്. സുഗന്ധം പറയുന്നു. അപ്പൊ അത് സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം നിങ്ങള്? ഒരു കാര്യം പറയുന്നു. അല്ല, നിങ്ങൾക്ക് എക്സാം ടൈം ആയിക്കാറില്ല ഏകദേശം. ഇപ്പോ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്കാരും എക്സാം കഴിയാം. അപ്പോ എല്ലാരും പഠിച്ചാൽ നോക്കിട്ടോ. ഞാൻ ഈ വ്ളോഗ് ഇടണ എന്താ വെച്ചാല് ഇപ്പൊ ഇട്ട് കഴിഞ്ഞാലേ നോമ്പിന് ടൈമൊക്കെ ആകുമ്പോ വ്യൂ ആയി വരുള്ളൂ. അതുകൊണ്ട് ഇടണാണ്. ബട്ട് നിങ്ങൾ പഠിച്ചണീ ശ്രദ്ധിച്ചോണ്ടി. കാണാം, പഠിത്തം കഴിഞ്ഞിട്ട് എന്തായാലും കാണാം. ഇൻഷാല്ലാ ഞാൻ താങ്കൾ പഠിച്ചാ. അപ്പോ പിന്നെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഒന്ന് എടുക്കുന്ന കണ്ടോളി, രസമാവും. അപ്പൊ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സൈനിൽ പോവാം. ക്യാൻസർ പോയി. ഞാൻ ഈ ഷൂട്ട് കുട്ടപ്പനായി നിൽക്കട്ടെ. ഓക്കെ ഫെരൂട്ട് സാർ. സുഹൃത്തുക്കളെ, നമ്മളെ നിഹാലിക്കാൻ അഞ്ചൻ നിഹാലിക്കാന്റെ എളാവര ഓൻ കെൻസാമ്പത് എത്തിയിരിക്കുന്നു. പോവാ. ഇതൊക്കെ ഇന്നലെ നഷ്ടപ്പെട്ട് ഓറാൻ നമുക്ക് തിരിച്ചു പിടിച്ചേ. ഞാൻ ഇന്നലെ ഇളിഞ്ഞ ഡ്രസ്സ് ഇന്ന് അതന്നെ ഞാൻ പറഞ്ഞോളൂ. രാവിലെ മുതൽ ഇളിഞ്ഞ ഡ്രസ്സുകാരുണ്ട്. ഇത് ഇന്നലെ ഇട്ടേനെ. ഞാൻ നോക്കി എടോ നിങ്ങളത് ആലോചിച്ച് നോക്കണി. അവിടെ മറ്റേ സൈൻ ലാബ് ഇട്ടിട്ട് എന്ന് കാണിച്ചു തരാം. ഞാൻ മറ്റേ വെള്ള ഇതുള്ളതും ഒരു തുണി ഇട്ട് കാണി. ഞാൻ കണ്ടു ഇന്നെല്ലാരും നോക്കാം. ഇതാ വീഡിയോ ചെക്കരുത്. ഞാനാണെങ്കിൽ സെറ്റപ്പ് ഇപ്പൊ വലിയ സുനാപ്പിക്കടേ. എന്നിട്ട് ഇന്റെ ഉറങ്ങനെ പോയിട്ട് ഞാൻ എല്ലാരും വണ്ടി നാട് കെട്ടു കിളിഞ്ഞ് എന്താ മൊക്കക്ക് പ്രമോഷൻ. അജ്മലിന്റെ നമ്പർ വെച്ചിന് പേര്. ഇന്നെന്താ ഷൂട്ട് ഉണ്ടായിരുന്നു അജ്മലില്. ആൾക്കാർ അപ്പൊ ഓള് പൊളിവായിട്ടാ പോയി വെക്കുക. വണ്ടി എടുത്ത ചാടിത്തരാം. ഇക്ക് ഇന്നലത്തെ കാര്യങ്ങൾ കേട്ടിട്ട് പിന്നെയും പറയടാ. ഇത് ഓറ പോയ സങ്കടമുണ്ട്. സൈൻ ലെവൽ അവിടെ ബൈനാറ് നല്ല ആളാണ്. എനിക്ക് നമ്മൾ ഓറ ബൈക്ക് എടുത്തു. അതെന്റെ അല്ലേ? കുടിൽക്കലുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പോകുമ്പോ കാണിച്ചു തരാം. നമ്മളെവിടെ നീലക്കുയിലേ പോയൊക്കെ നമ്മൾ. ബി കോൺഫിഡൻസ്. तुम जरा मेरे पास अब बैठे हैं हमने जहां दिल क्यों धर लिया तेरी എന്റെ ചിഹ്നങ്ങൾ കാണിച്ചു. ചിഹ്നപ്പോടെ വട്ടം തിരിഞ്ഞ് നടക്കുന്നുണ്ട്.
സൈനിക്ക് പോകുമ്പോ ഞാൻ കാണിച്ചു തരാം. അവിടെ വരെ വീടൊക്കെ ഉള്ളേ ഉദ്ഘാടന ഇനോഗ്രേഷനുള്ള വീട് കാണിച്ചു കേട്ടോ. ഹലോ ആരാപ്പത്? അസ്സലാമു അലൈക്കും. വ്ലോഗ് ഇന്ന് ഇറങ്ങൂട്ടാ, കാണണം, അഭിപ്രായം പറയണം. സെറ്റ് അല്ലേ? ഓക്കെ പോയിട്ട് തരാം. ബൈ. എന്നാ പോവാ ക്യാൻസൽ പറഞ്ഞെടുക്കണം. ആ കുടിൽക്കലിന് വരൂ. അങ്ങനെ പൊന്നു സാർ ഞങ്ങൾക്ക് കുടിൽക്കലിന് വിടാൻ തരാം. അതവിടെ തൊട്ടടുത്ത ഈ വീടാണ് ഇന്ന് പരിപാടിയുള്ളത് ഞമ്മക്ക്. ഓക്കെ, അപ്പോ പരിപാടിക്ക് നമ്മൾ ഉച്ചക്ക് ഫുഡ് വേണം കേട്ടാ. ലാവിഷ് സൈനിൽ പോയിട്ട് വരാം. ഓക്കെ സുഹൃത്തുക്കളെ, സൈനിലെത്തിയിട്ടുണ്ട്. കണി കണ്ട് പൂച്ചനാ. ഇതാണ് സൈൻ റെസ്റ്റോറന്റ്. പൂച്ച പേടിച്ചു കൂടി. ഇതാണ് സൈൻ ലെബൻ. ദിസ് വൺ സൈൻ കാർണിവൽ എന്തോ നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയും. സൈൻ കാർണിവൽ നടക്കുന്നു. ഇവിടുത്തെ വെളിച്ചമുണ്ടല്ലോ, ഈ വെളിച്ചത്തില് പോർട്രേറ്റ് 5x നല്ല രസം ഉണ്ടാവും. അവിടെ നിന്നാല് അവനെക്കാട്ട് രസം ഉണ്ടാവും അവിടെ. എനിക്കറിയാം, ഞാൻ അടുത്താണ് ഇവിടുന്ന്. ഭയ കാണിച്ചു തരാം. നിങ്ങൾ സൈൻ കണ്ടക്കും. കോട്ടക്കൽ ചങ്കുവെട്ടിയാണ് സൈനിന്റെ സ്ഥലം. സൈൻ ഓൾറെഡി ഫേമസ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സെറ്റപ്പ് ഉള്ളത്. ഇവിടുത്തെ ഒരു മീൻ ഇട്ട്, ആ മീന് പിരാന്താണ്. ഈ മീന് ഞാൻ അങ്ങനെ കജ്ജിട്ട് എന്നെ വന്ന് കൊത്തിടും. ഞാൻ എന്നാണ് അതിനെ മോട്ടറാക്കിയതാണ്. കാണിച്ചു തരാം ഇന്നെന്താ പാടമൊക്കെ. വെറുതെ വിടില്ല, ഞാൻ എല്ലാരും മോട്ടറാക്കും. ആ മീൻ അന്നിന്നെ കൊത്തിയതാണ്. നോക്കട്ടെ, ഇവന് കുറച്ചൊരു ഇളക്കം കൂടുതലാ. ചെലപ്പോ വരും. മോനെ കുട്ടാപ്പിക്ക് നീ പോടാൻ മരമാക്കറുണ്ടോ? കുട്ടാപ്പിയെ നോക്കിത് കൊത്തു നോക്കിട്ടാ, ചെറുതിച്ചോളി കണ്ടാ. കുട്ടാപ്പിയെ നോക്കിത് കൊത്തും. എനിക്കറിയാമനാ അവനെ കൊത്തുത്. കുട്ടാപ്പിയെ ഇല്ല കൊത്തും. ഞാൻ ഒരിട്ടം നോക്കിയതാണ് അവനാ. ഏതാ സാധനം അറിയാം. ഈ കുട്ടാപ്പി നിങ്ങൾ കാണാറില്ല, അത് കണ്ടാ കൊത്തും. കച്ചിട്ടോക്കെ കൊത്തത്. കുട്ടാപ്പി വണ്ടിയടി. കുട്ടാപ്പി അവന്റെ പാട്ടിന് പോയി. കുട്ടാപ്പിന്റെ ആരോ ഉണ്ട് ഇവിടെ. കുട്ടാപ്പൻ. യെസ് പോലെങ്കിലും സന്തോഷം നിക്കട്ടടാ. വാലന്റൈൻസ് ഡേ വരാൻ പോലും ഇവിടെ പെണ്ണിന്റെ ഒരു കുറവുള്ളൂ. ഇതാണ് സൈൻ. കുട്ടാപ്പിയെ അത് നമ്മളെ സ്വത്തുമണികളാണ്. ഇതാണ് കേട്ടാ സൈൻ വരുന്നത്. ഇനി കണ്ടില്ല നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മള് ഈ നല്ല വെയിൽ പോകുമ്പോത്തിന് പെട്ടെന്ന് ഫോട്ടോ എടുത്താട്ടെ, അല്ലെങ്കിൽ നമ്മളാകെ മാഞ്ചി സുലൈമാനിയോ. ഇത് ഇങ്ങനൊക്കെ എന്തായാലും അറിയാം. ഇത് സൈൻ ലബാൻ മറ്റേ ഫേമസ് മറ്റേ മധുരക്കട സാധനം. ഓക്കെ, അപ്പൊ എന്നാ ഫോട്ടോ എടുത്തിട്ട് അത് അടിക്കൂ, പപ്പടിക്കൂ. സുഹൃത്തുക്കളെ, അങ്ങനെ ഫോട്ടോ എടുക്കല് കഴിഞ്ഞ് ഇനി എന്താ പൊന്നു പരിപാടി? ഇനോഗ്രേഷൻ ഉണ്ടേ. എന്താ കുടിൽക്കലാ? ഞങ്ങൾ സുഹൃത്തുക്കളെ കുടിൽക്കലിന് പോകാനുള്ള പ്ലാൻ ഉണ്ട്. പൊന്നു എനിക്ക് വിശക്കുണ്ട് പറഞ്ഞിട്ടു. പ്രത്യേകിച്ച് നല്ല എനിക്കെന്താ പൈസ ഉണ്ടാ? എന്തൊക്കെ ഉണ്ടാവുക? എന്നാലും അൽഫാമിട്ട് കേട്ടക്കണ പോയോക്കല്ലേ. ഞങ്ങള് സൈനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നിങ്ങൾ ആരടി ഇല്ലല്ലോ. നീ ഏതായാലും എപ്പോഴും പരിപാടി ഇറങ്ങുന്നുണ്ട്? 10:30. ഏതായാലും പോയോക്ക. ഇളിഞ്ഞു നടന്നാലോ? ഇതെത്തടി പള്ളറിഞ്ഞാരി നടക്കുന്നു. ഹലോ, അല്ല കുടിൽക്കലിന് പോണില്ലേ? എപ്പോഴാണ് നീ? ഉച്ചക്കോ? നല്ലോണം അഭിനയിക്കുന്നുണ്ട്. ഏതായാലും കുടിൽക്കല് എത്തിയിട്ട് കാണല്ലേ. അവിടുന്ന് എളിഞ്ഞു മുണ്ടാന്ന് വിട്ടു. നമുക്ക് പെര വാണി ഒന്ന് പോയോക്കാം. ഒരു ചോറിനൊരു മെല്ലെ വരിക. രണ്ട് വർത്തമാനം പറയും. അടി സുഹൃത്തുക്കളെ, ഞങ്ങൾ അപ്രതീക്ഷിതമായി ഇനോഗ്രേഷൻ കഴിഞ്ഞ വീട്ടിലെത്തി. ഇവന് തന്തവായി വിജന്തൊന്നും ഉണ്ടാത്തേ. മുടിയറ കണ്ണു ചെമ്പ്. നോക്ക് ഇത് വെറൈറ്റി. ഇതിങ്ങനെ പിടിച്ചാളാ മുടിയറ എന്ത് പറയണേ? രണ്ടു വാക്ക് പറയൂ.
രണ്ടു വാക്ക് വരാൻ ഇത് നല്ലൊരു ഇതാണ്. ഞാനാണ് ക്യാമറമാൻ. 2 വാക്ക് പറയൂ. വെൽക്കം. രണ്ടു വാക്ക്. കയ്യല്ലെങ്കിൽ ഞാൻ ഇറക്കി വരും. ഇപ്പൊ താങ്ക് യു. കയ്യൊന്നും മുനീറെ എന്താണ് നോക്ക്. ചങ്കട്ടിക്കൊണ്ട് മൊത്തം വീട് പൊന്നോ, ചങ്കട്ടിക്കൊണ്ട് മൊത്തം വീട് കാണൂട്ടാ. അതോ ഓണറെ പെങ്ങൾ രണ്ടാമത്തെ പോയി. 2 വാക്ക് പറയും. മുനീറെ കണ്ണു ചുമ്പ്. ആ മതി മതി. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇങ്ങോട്ട് പോരൂ, ഇങ്ങോട്ട് പോരൂ. വെൽക്കം വെൽക്കം. മുനീറ സ്റ്റാൻഡേർഡ് കാണിക്ക്. വീട് കാണണി. നിങ്ങൾക്ക് എന്തിനാ ഇത് കൊടുക്കുന്നത്? ബാർപ്പിന്റെ അല്ലേ? തടിയുള്ള ബാർപ്പിന്റെ. ഇന്റീരിയറെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. വളരെ നല്ലൊരു ഇത്. ഓ പെർമിഷൻ ഇല്ല ഇവിടെ വാ. ഗവൺമെന്റ് സ്ഥാപനല്ല ഇതില്ലടോ. ഞാൻ സോക്സ് ഇട്ടേക്കണേ. ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. മാടി ജിഗിട്ട് വാ. മുനീറെ പോട്ടു. ആർക്ക ഡിമാൻഡ്? മുനീറെ വാലെടുക്കൂ. ഇതിനെ കുറിച്ച് എന്തേ പറയാണ്ട നിങ്ങക്ക്? ഇപ്പൊ സീനാണ്. അന്റെ ആരാ മോന്? പെങ്ങളെ മോനാണ് ജി. അപ്പൊ ഇജ്ജ് 2 വാക്ക് പറഞ്ഞ പെങ്ങളെ മോനെ ഇജ്ജ് അനാവശ്യമായി മോട്ടറാക്കി കേട്ടാ. പൊന്നോ ഓക്കെ. ഇനിയെന്താ അല്ല ഫുഡിലോട്ട്. മുനീർ എല്ലാവർക്കും അപ്പുറം പോത്ര പൂതി. ഇന്റീരിയർ ലുക്ക് ലൈക്ക് എ ബെഡ്. വെറൈറ്റി ലൈറ്റ് ഒക്കെ ഉണ്ടടി. ഒന്നെ നോക്കടി ലൈറ്റ് ഒക്കെ. ഇതിങ്ങനെ വക്കൂട്ടി നടന്നോ? സ്വിച്ച് കേറിയില്ല. ഓക്കെ വരാം സുഹൃത്തുക്കളെ. അങ്ങനെ ഇവിടെയാണ് നമ്മളെ ഞാൻ പറഞ്ഞ പരിപാടി. സൈനിന്റെ മുന്നില് സംഭവം എന്തേലും സംഭവം പറഞ്ഞു കൊടുക്കടാ. വാ, ഇത് വ്ളോഗാണ്. ഇത് മടിച്ചിക്കല. ഇബൽതാണ് ഈ സംഭവം കേട്ടാ. സംഭവം എന്താ വെച്ചാല് മലപ്പുറം ഏരിയയിലുള്ളവർക്കല്ലേ നിങ്ങളെ ഫോണോ കാര്യങ്ങൾ എന്തെങ്കിലും ഡാമേജ് ആക്കിയാൽ ഇവരെ നമ്പർക്ക് വിളിച്ചാൽ ആ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തോളാം. അതായത് ഇവര് നിങ്ങളെ വീട്ടിൽ വന്ന് ഇതേപോലെ നിങ്ങളെ കണ്ണു മുന്നിൽ നിന്ന് ഫോണും കാര്യങ്ങളും റെഡിയാക്കി തരും. അതാണ് സെറ്റ്. ഇപ്പൊ ഞാൻ ഫോൺ ഇവിടെ സ്ഥലം നോക്കുകയാണെങ്കിൽ സൈൻ റെസ്റ്റോറന്റ് മേലെയാണ്. ഇജ് എന്തേ പറഞ്ഞു? അതിനെ കുറിച്ച് എന്തേ പറയാ? ഇജ് എന്തെങ്കിലും പേടിച്ചിക്കണ്? ക്യാമറ ഫിയർ നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞേക്കൂ. ഞാൻ ഇപ്പൊ ഒരാളെ കിട്ടിക്കണ ഏകദേശം. അടി നമുക്ക് ആ ഷൂട്ടും കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് താഴത്തുനിന്ന് കുറച്ചുകൂടി ഷൂട്ട് ഉണ്ട്. ഞങ്ങൾക്ക് സൈനത്തെ തിരക്കാണ് ചേരാ. ഇതൊക്കെ ഒരു സൺഡേത്തെ തിരക്കാണ്. കാണിച്ചാര സുഹൃത്തുക്കളെ. ഓ എത്ര ആളൊക്കെ അടി. കൂടുതലും ഈ സൈൻ ലബാൻ ഫേമസ് ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. ഇത്രയും തിരക്കുണ്ട്. നമ്മളിതിന്റെ മേലിനാണ് സുനാപ്പി വ്ലോഗ് എടുക്കുന്നത്. ഏകദേശം ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞല്ലേ? ഇനി മേലത്തെ തിരക്ക്. മേലെ തിരക്കുണ്ട്. ധൂമാക്ക് വല്ലാതെ ധൂമാക്കണ്ട. കൊറേ സ്കൂൾ കുട്ടികളും ഫ്രണ്ട്സ് ആയിട്ട് വരിക, മധുരം കഴിക്കുക, പോവാ അല്ലെ? അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. നമുക്ക് താഴത്തെ ഷൂട്ടും കൂടി എടുത്താലോ? ഇവിടുത്തെ ഒരു ചെറിയ ക്ലിപ്പും കൂടി എടുക്കണ്ടേ? ആ ഒരു കടന്നു വരുന്നത് അങ്ങനെ എന്തെങ്കിലും ക്ലിപ്പ് എടുത്താൽ മതി. അതാകുമ്പോ ഒന്നും കൂടി വെറൈറ്റി ആവും. സെറ്റ് ചെയ്യാം. പോയിട്ട് തരാം. അത് തീർത്താട്ടെ. ഓക്കെ. അങ്ങനെ ഗൈസ്, എടോ ഞാൻ മറ്റേ സുഹൃത്തുക്കളെ പറഞ്ഞത് എനിക്കെല്ലാം മടുത്ത്. അങ്ങനെ നമ്മളിപ്പോ നെസ്റ്റോന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മടിയാണ്. കാരണം നല്ല ഓറ മൈനസ് ആവുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് അടിയിക്ക് വന്നെന്താരോ എനിക്ക് കുറച്ച് മടിയാണ് ആൾക്കാരെ ഇടിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ. പക്ഷെ അത്ര മടിയൊന്നും ഇല്ല. കുറച്ചൊക്കെ തൊലിക്കട്ടിയുണ്ട്. ബട്ട് കുറച്ച് മടി എന്തോ കൂടുതലാണ്. നമ്മളിങ്ങനെ എടുത്തു പോകുമ്പോ ഓരോരുത്തരും ഇങ്ങനെ നോക്കും. ഇളിഞ്ഞ് ഓറ കുറച്ച് മൈനസ് ആയ മതി. ഇതിന് ഞങ്ങൾക്ക് അവിടെ മേലെ എത്തിയിട്ട് എന്തൊക്കെയായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഏറ്റവും അടിയത്തെ പാർക്കിങ്ങാ. അടിയത്തെ പാർക്കിംഗ് പറയുമ്പോ ഇവിടെ ഇന്ന് സൺഡേ ആണ്. പക്ഷെ ഇവിടെ ആർക്കും ഓഫർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളും മനുഷ്യനും ഉണ്ടാവില്ല. അത് നമ്മുടെ വിജയം.
നമ്മള് ഇൻട്രവേർട്ടായി പോവാ. ഞാൻ മാസ്ക് ഇട്ട് പോയണ്ടല്ലോ ഇന്നെന്തായാലും അറിയാം. അതുകൊണ്ട് മാസ്ക് ഇടാത്തല്ലേ. മാസ്ക് ഇട്ട് പോയ ഇവരെന്ത് വിചാരിക്കുക, ഇവന് കുറച്ച് ചാടാങ്കാരൻ, അവിടെ നമ്മൾ ഇളിഞ്ഞു കിടക്കാം. സൈന് പോയിട്ട് എന്തുമാതിരി ഓറങ്ങനെ മൈനസ് ആവും. ഞാൻ അവിടെ മെല്ലെ മണ്ടിയതാണ്. ഏതായാലും വരി കാണിച്ചതാ. നെക്സ്റ്റ് ഹൈപ്പർ ഗിഫ്റ്റ് ഇருக்கு. ഞാൻ അതിന്റെ ഉള്ളിൽ കയറ്റി കാണിച്ചു തന്നാലോ, അതല്ലൊരു മര്യാദ. മറ്റേത് എനിക്ക് വ്ലോഗ് എടുക്കാൻ മടിയാണ്, നല്ല ആൾക്കാരുണ്ടപ്പോ. ഇപ്പൊ വരാം. മണ്ടലടി ഇന്റെ അടുത്ത് പൈസ ഞാൻ തന്നെ 2 വാക്ക് പറയേ. ഇതെന്താ എത്ര ഓഫർ ഉണ്ടാ? കൊറേ വാങ്ങിയേക്കണ്. ഓഫർ ഉണ്ടാ? നിങ്ങള് വലിയ അടുത്തേക്ക് ഇങ്ങോട്ട് കാണുമ്പോ നിങ്ങള് മണ്ടുക, ഞാൻ എന്താ കാട്ടുക? ഇതെന്താ ഓഫർ ഉണ്ട്? സംഭവം എന്താ കാണിച്ചാ? അതിന് എന്തോ ഉണ്ടല്ലോ തൂങ്ങി കിടക്കണ്. ഇതെന്താ സുനാപ്പ് ഇതിഥി ആക്കി തിന്നണാണേ. ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ടാ? എത്രയാണ്? അവൻ 50 റുപ്യ അല്ല മൂഞ്ഞാപ്പ് വില. ഇതാ ഈ നിങ്ങടെ സോസ് തിന്നുണ്ടാ? എവിടെ? അന്നെ പറ്റിച്ചാണ് മോരെ ആട് ഇറങ്ങൽ പറ്റിച്ചല്ലേ. അതിന് 50 റുപ്യ ഉണ്ട്. അതിന് 50 റുപ്യ ഉണ്ട്. എന്നിട്ട് അതില് സോസിനാണ് എക്സ്ട്രാ ഫ്രീ. ആ സോസ് കണ്ട് വാങ്ങിട്ട് ഇപ്പൊ സോസ് തിന്നുന്നില്ലല്ലോ. നഷ്ടായി. അജ്മല് വന്നിട്ടില്ലടോ. ഞാൻ പോയിട്ട് എന്റെ ചങ്ങായി വിളിച്ചിട്ടുണ്ട്. അവർ ക്യാമറ നമുക്ക് അടിച്ചു നമുക്ക് ഫോട്ടോ അന്ന് നിങ്ങൾക്ക് തന്നെ എടുത്തോ. പോട്ടെ 100 ഫോട്ടോ എനിക്ക് ചാടിടാ. ഞങ്ങനെ സാധനം വെക്കണം. ഒന്നും വാങ്ങാൻ വന്നല്ല. നിങ്ങൾ ഇങ്ങനെ 5 ആള് ഗ്യാങ്ങാലേ. സോസൊക്കെ എടുത്തൊക്കെ 50 റുപ്യ എടുത്ത് സോസ് വാങ്ങിയതാ. ഞാൻ പോട്ടെ. അടിച്ചോ ക്യാമറ നമുക്ക് അടിച്ചോ. അങ്ങനടി ഇടാ. ഞാൻ ഇന്ന് മുതൽ തുടങ്ങി ഇങ്ങനെ അടിച്ചൊരു കൈതേ ഇങ്ങനടി. സുഹൃത്തുക്കളെ നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ ആത്മാർത്ഥ തീർച്ചയായും അവിടെ മണ്ടല്ലേ തീർച്ചയായും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കുറെ കാലം ഒന്നിച്ച് വർക്ക് ചെയ്തില്ല. ഇവിടെ വർക്ക് ചെയ്തിന്. തീർച്ചയായും കണ്ടപ്പോ ഞാൻ പഴയ ഓർമ്മകൾ കുറെ അയവിറക്കി. ഇതിനോട് നല്ല ഒച്ച. അതാണ് ഞാൻ പിന്നെ ബ്ലോഗ് എടുക്കാൻ. മറ്റേ കസ്റ്റമർ ഓഫർ അനൗൺസ്മെന്റ് 99 രൂപ അത് എന്നൊക്കെ പറയണ്ടേ. അതുകൊണ്ട് പിന്നെ ശബ്ദം കൂടിയതുകൊണ്ട് നമ്മള് വ്ളോഗ് എടുത്തില്ല. പക്ഷെ സാധനം നമ്മള് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായും കണ്ട് ഞങ്ങൾ കുറെ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. ഇതാണ് ഇവിടുത്തെ ജനറൽ മാനേജർ. ഫാറൂഖ് ഭായ് എവിടെ? ഫാറൂഖിന് കേറ്റാ സുഖല്ലേ? എത്ര മണി ഇത് മുറുക്കി തിറക്കി. ഞങ്ങൾ ക്രിസ്ത്യാനെ കണ്ടിട്ട് കുറെ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. ഏതായാലും ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കാട്ടെ. മറ്റേ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലടാ. വീഡിയോ എടുക്കാൻ പറ്റാതെ ഒന്നാമത് എനിക്ക് കുറച്ച് മടിയുണ്ട്, കുറച്ച് എളുപ്പമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഓഫർ വിളിച്ചറിയാം. അപ്പൊ ഞാൻ നേരെ മേലേക്ക് വന്നാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണാട്ടോ. ഓക്കെ. ഫൈനലി ഗൈസ് നമ്മൾ നെസ്റ്റോയിൽ പോയി വന്നു. സാധനമൊക്കെ വാങ്ങി. ഇന്ന് വേറൊരു ടാസ്കും കൂടി ഉണ്ട്. ഇന്ന് വീട്ടിൽ അളിയനും പെങ്ങളും വരുന്നുണ്ട്. അപ്പൊ അന്റെ വകയിൽ ജ്യൂസ് ഉണ്ടാക്കണം. അതിന് മേര ഷെഫിനെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കണ്. ചിക്കുണ്ട്, പാലോടന്ന് വാങ്ങി. ഇത് എത്ര ഉള്ളൂ. ഇതിന്റെ പണി തുടങ്ങണം. എന്തൊക്കെ ചെയ്യാ, ദുവാ ചെയ്യാ. ഇത് ക്യാമറ ഹോൾഡർ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. പാലും പാക്കറ്റും ക്യാമറ വെച്ച് അത്ഭുതം സൃഷ്ടിച്ച എത്രത്തോളം കാണുന്നുണ്ട് പഠിച്ചോനെ. കണ്ടാ മതി. കുറച്ച് പണിയെടുക്കണ്ടാ. മേലെ ഒന്ന് കിട്ടിയ ഉത്തരവ് അനുസരിച്ച് ഇതിന്റെ തൊലി കളയണമെന്നാ പറഞ്ഞത്. തൊലി കളയൽ നിർബന്ധം. തൊലിയില്ലാതെ അടിച്ചാ പോരെ? നിർബന്ധം. തോൽ ഒഴിവാക്കൽ നിർബന്ധാണ്. എപ്പ തീരാനാ? എത്ര ഉണ്ട്? 1. അത് കുറച്ച് കൂടുതലുണ്ട്. ഞാൻ മാണി ഇതൊന്ന് സ്പീഡ് ആക്കേണ്ടി വരും. സ്പീഡ് ആക്കിട്ട് വരാം. ഇങ്ങനെ വെച്ചാൽ കാണുന്നുണ്ടോ അറിയില്ല. അങ്ങനെങ്കിൽ ഡൗട്ടാണ്. ഞാൻ അതെന്നാ ഒരു സ്പീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഇങ്ങനെ വെച്ചിട്ട് കാണുന്നുണ്ട്. ഞാനിപ്പോ വീഡിയോ ഓണാക്കി നോക്കി. അപ്പൊ കുറച്ചേരം ഇങ്ങനെ പണിയെടുക്കാം. ഇതിനെ കുറിച്ച് പറയണ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ചിക്കു ജ്യൂസ് കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച മാതിരില്ല. ഇത് ആകെ ഇളിഞ്ഞല്ലേ. ഞാൻ നെസ്റ്റോ പോയിട്ടിടോ. എനിക്കായ പുറ മൈനസ് ആവുക. ഞാൻ മെല്ലെ നൈസായിട്ട് ഇവിടുന്ന് വലിഞ്ഞു. അങ്ങനല്ല, സാധനം മെങ്ങിട്ടാ. സാധനം മെങ്ങിട്ട് അവിടുന്ന് നൈസായിട്ട് വലിഞ്ഞ്. പിന്നെ എന്റെ ചങ്ങനെ കണ്ട് ഇർഷാദ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതിന്. ഞാൻ നെസ്റ്റോ വർക്ക് ചെയ്തിന് കുറച്ചു കാലം. അങ്ങനെ ഞങ്ങള് ഒപ്പം വർക്ക് ചെയ്താ.
ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ അയവർത്തു എന്ന് പറഞ്ഞാല് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചു നേരം പറഞ്ഞിരുന്നു. അങ്ങനൊക്കെ ഒരു കാലം സങ്കടം വരുന്നു അതൊക്കെ ഓർക്കുമ്പോ. വേറെന്താ, ഇനിയിപ്പൊ ഇത് കഴിയണം. അളിയനും പെങ്ങളും വരുന്നുണ്ട്. അമ്മാരെ അളിയനും പെങ്ങൾ ഇപ്പോ അടുത്ത നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി. ബാക്കി ഇപ്പൊ അടുത്ത കല്യാണം കഴിഞ്ഞത് കുറച്ചുമേ മുന്നേ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വേണ്ട ഒരു അളിയൻ എന്ന നിലക്ക് ഞാൻ വേണം അതൊക്കെ ചെയ്യാൻ. കാരണം വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ പുത്രനായിട്ട്. അതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. ഇത് മൂത്തിട്ടില്ല സുഹൃത്തുക്കളെ. മൂക്കാത്തെടുക്കണ്ടല്ലോ, മൂക്കാത്തെടുക്കണ്ടല്ലോ. അല്ല ഇതിലോ ചിലത് നല്ല പാറ പോലെ ഇരിക്കുന്നുണ്ട്. ആ പോക്കാത്ത് മൂക്കാത്ത് പോക്കാത്ത്. ഓക്കെ ഓക്കെ, പണിയെടുക്കണ്ട്. അപ്പൊ ഞാനാരാ കള്ളാസ് നെട്ടി ഓൽക്കുള്ള അടിച്ചാ ഞാൻ പറ്റൂല കേട്ടോന്നാ. നിങ്ങൾ വന്ന് നോക്കി, ക്യാമറ നിങ്ങൾ വന്ന് നോക്കി ഒന്നേ. നിങ്ങൾ വരി, ഇങ്ങക്കാണ് ഇതിന്റെ ABCD അറിയാം. ഇങ്ങോട്ട് വന്ന് നോക്കണി. ക്യാമറ നിങ്ങൾ എലിക്കണി ഇന്നലെ എലി പിടിച്ച കാര്യങ്ങളെ പിടിച്ചൂല. ഇന്ന് മൂത്തക്കണ വന്ന് നോക്കി. എങ്ങനെ ഇക്കത് ആരെങ്കിലും നോക്കണി. നിങ്ങൾ വന്ന് നോക്കി. നിങ്ങൾ ഈ വിട്ടിക്കണ് പാകിസ്ഥാനിൽ ഇന്ത്യക്കാർ ചെന്നാല് വിട്ടിക്കണ്. ക്യാമറ ഉണ്ടെങ്കിൽ എന്റെ മന ഈ ഭാഗത്തേക്ക് പ്രതീക്ഷിക്കണ്ട. അമ്മ നാലാൾ കാണും, റാബിയാമ്മ ഫേമസ് ആവും. അല്ലാ, ഞാൻ അങ്ങനെ തീർത്തിട്ട് വരാം. ഇതിപ്പോ എത്ര നേരം കൊണ്ട് എത്ര തീർത്ത നമ്മള് 2. അപ്പൊ എന്നാ കുറച്ച് സ്പീഡാക്കാം. മറ്റേ സംസാരം ഒക്കെ പാടാകുമ്പോൾ നേരെ ഒരുപാട് പോവും. ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിനു. എന്താ പാട്, നിങ്ങൾ ആരെയും കണ്ടു നോക്കി അറിയില്ല. കുറച്ച് കഴിയുമ്പോ റെഡി ആയിക്കാറല്ലേ. ചെക്കന്മാരെ കണ്ടിട്ടോടാ, ഇവിടെ കുറെ ചെക്കന്മാരെ കിട്ടിക്കണം നമുക്ക്. പക്ഷെ എനിക്ക് പേടി എന്താ വെച്ചാല് ഓലെ വ്ളോഗ് കുട്ടികളെ വീട്ടുകാർക്ക് എത്രത്തോളം താല്പര്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോക്കട്ടെ, ശ്രദ്ധിച്ചും കണ്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഉള്ള ചെക്കന്മാരൊക്കെ ഉഷാറാ, നല്ല വൈബാ, പിന്നെക്കാളും വൈബുള്ള ടീമാ. പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് വീട്ടുകാരെ ഭാഗത്തുനിന്ന്. എന്തിനാ ഷാഹിദിന്റെ വ്ളോഗ് പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറയുന്നത് നല്ല പേടിയുണ്ട്. അപ്പോ ദയവ് ചെയ്ത് ചങ്കട്ടിക്കൊണ്ട് ആരെങ്കിലും ഇതിന്റെ വ്ളോഗ് കാണുകയാണെങ്കിൽ നിങ്ങളെ മക്കളോട് പറയണം ഷാഹിദിന്റെ വ്ളോഗിൽ പോകരുത് എന്ന്. എന്നിട്ട് നിങ്ങളെ മക്കൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. ഓക്കെ, അല്ലാതെ പറയാതൊക്കെ എത്ത്. സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഞാൻ അത് മേ തീർത്താട്ടെ. ഓക്കെടാ, ബൈ. സുഹൃത്തുക്കളെ, എന്ത് വേണ്ടാത്തിന് നിങ്ങളെ കേരളാണെങ്കിൽ മുണ്ടാപോയിക്കോളി. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്ത് ജ്യൂസ് ആയിരുന്നു? ചിക്കു ജ്യൂസ്. ബഹുമാനപ്പെട്ട അളിയൻ കുടിക്കുന്നു. ഇതാണ് എന്റെ അളിയൻ. അളിയൻ 2 വാക്ക് അത് ഇന്നിട്ട് താങ്ങി മാറിയല്ലോ. മസ്റ്റ് ട്രൈ. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിയോ? അന്നെ ക്യാമറ കാണിച്ചു. ഇല്ലെങ്കിൽ 500 എടുക്ക്. 100 50 തിരിച്ച് ഈ പരിയില് ക്യാമറ ഓണാക്കി എല്ലാവർക്കും പേടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു മനുഷ്യന്മാരാണ് ഈ പരി. ഞാൻ ബെസ്റ്റ്. അവ എന്തായാലും അളിയന്റെ വിളിച്ചണ മുഖമായി ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാം. സ്റ്റാർട്ടിങ് ആക്കിയിരുന്നു, കൂടുതൽ ആരും കാണൂല. അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ നാളത്തെ വ്ളോഗ് ആയിട്ട് നാളെ വരാം. ഓക്കെ, എന്നാ ബൈ.